കൊല്ലത്ത് വാട്ടർ പ്രഷർ ടെസ്റ്റിംഗിനിടെ ദേശീയപാതയിലെ സർവീസ് റോഡ് തകർന്നു. പൈപ്പ് ലൈൻ പൊട്ടിയ സമയം വാഹനങ്ങളും യാത്രക്കാരും ഇല്ലാത്തതിനാൽ ആളപായം ഒഴിവായി. പൈപ്പ് ലൈൻ പൊട്ടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, വലിയ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്? ഇപ്പോൾ ഈ പൊട്ടിയ പൈപ്പ് അതിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ആളുകൾക്ക് ഒരു പേടി ഉണ്ടാക്കുന്ന തരത്തിലാണ്. മണ്ണിനടിയിൽ നിന്നും പെട്ടെന്ന് ഇത്തരത്തിൽ വെള്ളം ഉയർന്നു വരുന്ന ഒരു ദൃശ്യമെന്ന് പറയുന്നത് വലിയ ഭാഗ്യം കൊണ്ടാണ്. കാരണം വാഹനയാത്രക്കാരോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാരോ അതുവഴി പോകാത്തത് കൊണ്ട് മാത്രമാണ് ആ സമയത്ത് വലിയൊരു അപകടം ഒഴിവായത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇത്തരത്തിൽ ഈ വാട്ടർ പ്രഷർ ടെസ്റ്റിങ്ങിനിടെ ഇത്തരത്തിൽ ഈ പൈപ്പുകൾ പൊട്ടുന്നത് നിരന്തര സംഭവമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ പ്രധാനമായും പരാതി പറയുന്നത്. ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തായിരുന്നു ഇത്തരത്തിൽ ഈ പൈപ്പ് പൊട്ടിയത്. ഇന്നലെ ആയിരുന്നു ഈ സംഭവം നടന്നത്. ഒരാഴ്ചക്കിടയിൽ മാത്രം നടക്കുന്ന രണ്ടാമത്തെ പൈപ്പ് പൊട്ടലാണ്. അതായത് ഈ പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ സ്ഥിരമായി പൈപ്പ് പൊട്ടുന്നതിനെതിരെ ആളുകൾ പറയുന്നത് ഇതിന്റെ ഗുണമേന്മ ഉൾപ്പെടെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈ ദീർഘകാല അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വാട്ടർ പൈപ്പ് ആയാലും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ആ പൈപ്പുകൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എത്ര നാളായിരിക്കും ഇതിനി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ആളുകൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ആ സമയത്ത് അതിനു മുൻപും അതിനുശേഷവും അതുവഴി ആളുകൾ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സമയം അതുവഴി ആളുകൾ ആരും പോകാത്തത് കാരണമാണ് അപകടം ഒഴിവായത്. ആ ഭാഗത്ത് കൂടെയുള്ള ദേശീയപാതയുടെ സർവീസ് റോഡ് ആകെ തകരുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വൈകുന്നേരത്തെ രാത്രിയോടുകൂടെ തന്നെ അവിടെ ഒരുവിധം ആ റോഡൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. എന്നാലും പഴയതുപോലെ ആ സർവീസ് റോഡ് വഴിയുള്ള യാത്ര ചെയ്യാൻ ആളുകൾക്ക് കഴിയുന്നില്ല. ആകെ ചെളിയും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ അവിടെ കിടക്കുന്ന ഒരവസ്ഥ. സൈഫുദ്ദീൻ.